അവളില്ലാതെ ഞാനില്ല. എന്തുദ്ദേശത്തിനാണല്ലോ ഇവിടെ വന്നിരിക്കണത്? ചെറുക്കനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് നീയും കൂടെ അവിടെ ഇല്ലെങ്കിലേ അറിയാല്ലേ അവനെ. ഇല്ലെങ്കിലേ ഒരു കുഴപ്പമില്ല. അതിന് വേണ്ട പൂട്ട് പൂട്ടിയിട്ട് തന്നെ ഞാൻ വന്നത്. പൂട്ടാ? എന്ത് പൂട്ട്? സ്വാമി ശരണയ്യപ്പ. എന്നാ കലക്കി. എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക്. എന്താ ചെയ്യണം അറിയാല്ലേ. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണയ്യം. അടിയനോട് ക്ഷമിക്കണേ സ്വാമി, ഒരാഴ്ച കൂടുതൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ല. പാപ്പാക്കണേ സ്വാമി. ഇത്രയും നല്ല ഫെസിലിറ്റി ഒക്കെ തന്നിട്ട് ഇമാരി കൂറ സാമാനട്ടോ അവിടെ കയറി തന്നേക്കുന്നത്. നീ അതിങ്ങടുത്ത വേണമെങ്കിൽ കൂച്ചാ മതി. നിന്റെ പറഞ്ഞിട്ട് നീ എന്തോ വലിയ കാര്യം സാധിച്ചിട്ട് വന്നിരിക്കുകയാണ്. ആടാ, വലിയ കാര്യം സാധിച്ചിട്ട് തന്നെയാടാ ഞാൻ വന്നേക്കുന്നത്. നിനക്കറിയോ ആ മഹിഷി? അവൾ അറിയാണ്ടല്ലേ എന്നെ വധിക്കും, അറിയോ? നമുക്ക് ജീവിക്കണ്ടേ? എന്ത് തേങ്ങയാ നീ പറയുന്നു? അയ്യോ, ഞാൻ തേങ്ങ കട്ടിട്ടില്ലേ. കാവട്ടയുടെ കാര്യം. ഈ ഗ്ലാസ് എന്ത് ചെയ്യാ? ഈ 2 ഗ്ലാസ്സിലും പാതി ചോദിച്ചാണ്. താൻ പാതി ദൈവം പാതി എന്നല്ലേ ശാസ്ത്രക്ക് ശാസ്ത്രമാണെങ്കിൽ അത് സത്യം. മിണ്ടല്ലേ അവള് വിളിക്കുന്നു. ശ്രുതി എന്നെ കൊല്ലണേ, മരുന്നൊക്കെ വിട്ടുകൊണ്ടാണ്. ഫോണിൽ വിളിക്കുന്ന ആദ്യം മണ്ട പറയുന്നു. ഹലോ ഹലോ, അയ്യപ്പമെല്ലാം കഴിച്ചായിരുന്നോ? ഞങ്ങള് കഴിച്ചായിരുന്നീ. ഞങ്ങളോ? ഏത് ഞങ്ങള്? അതോ, അത് നമ്മളിവിടെ അടുത്ത വീട്ടിന്റെ അടുത്ത അമ്പലത്തിലോട്ട് വന്ന് ഇവിടെ കഞ്ഞി സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അയ്യപ്പന്മാരും ഒക്കെ ഉണ്ട്. കേട്ടാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഞ്ഞിയൊക്കെ കഴിച്ചു. അല്ല, കഞ്ഞിയാന്ന് പറഞ്ഞിട്ട് എന്താ ചവയ്ക്കുന്നേ? അത് കഞ്ഞിയുടെ കൂടെ അവിയലിനകത്ത് നല്ല മുഴുത്ത മുരിങ്ങിക്ക. അതാ അതിന്റെ ചവയ്ക്കുന്നത്. അതൊക്കെ പോട്ട് മാളികപ്പുറം എന്ന് വരും. അയ്യപ്പൻ പോയിട്ടൊക്കെ വാ. അല്ല സ്വാമി ശരണം വെച്ചോ. ഒന്ന് പോയി സ്വാമി. നമുക്കൊരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്നെക്കാട്ടി സന്തോഷം അവന്മാർക്ക്.